സ്വാതന്ത്ര്യദിനത്തിൽ യൂത്ത് കോൺഗ്രസ് തിരുമറ്റുകൂട് മണ്ഡലം കമ്മിറ്റി നടത്തിയ സെക്കുലർ മാർച്ച് കറുകപുത്തൂരിൽ സമാപിച്ചു. ബഹുസ്വരതയുടെ സംരക്ഷകരാകാം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് യൂത്ത് കോൺഗ്രസ് തിരുമറ്റുകൂട് മണ്ഡലം കമ്മിറ്റി സെക്കുലർ മാർച്ച് സംഘടിപ്പിച്ചത്. മണ്ഡലം പ്രസിഡന്റ് ആഷിഖ് അലി നയിച്ച മാർച്ചിന്റെ സമാപന സമ്മേളനം KPCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. മതസൗഹാർദ്ദം തകർത്ത് അധികാരം പിടിക്കാൻ രാഷ്ട്രീയ പാർട്ടികളും വർഗീയ സംഘടനകളും ആഞ്ഞു ശ്രമിക്കുമ്പോൾ മതസൗഹാർദ്ദത്തെ ചേർത്ത് പിടിക്കുക, ബഹുസ്വരതയുടെ കാവൽക്കാരാവുക എന്ന സന്ദേശമുയർത്തിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആഗസ്റ്റ് 15-ന് സെക്കുലർ മാർച്ച് സംഘടിപ്പിച്ചത്. സ്വാതന്ത്ര്യദിനം വെറും ആഘോഷത്തിനുമപ്പുറം ചില മൂല്യങ്ങളുടെ സംരക്ഷണ ദിനം കൂടിയാണെന്ന സന്ദേശം ജനങ്ങളിലെത്തിക്കുക, അതോടൊപ്പം ആ മൂല്യങ്ങളെ ചേർത്ത് പിടിച്ചാൽ മാത്രമേ രാജ്യത്തിന് നിലനിൽപ്പുള്ളൂ എന്ന് ഉറക്കെ വിളിച്ചു പറയുക. യൂത്ത് കോൺഗ്രസ് സെക്കുലർ മാർച്ചിന്റെ ലക്ഷ്യം അതുതന്നെയാണ്. ഇന്ത്യയെ ഇന്നത്തെ ഇന്ത്യയാക്കിയത്, മതേതര രാജ്യമാക്കി നിലനിർത്തിയത് ബഹുസ്വരതയിൽ ഊന്നിയുള്ള കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളായിരുന്നു. നിർഭാഗ്യവശാൽ ബഹുസ്വരതയിലോ ജനാധിപത്യത്തിലോ വിശ്വാസമില്ലാത്തവരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യ ദിന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെ 5ാമത്തെ നിരയിലിരുത്താൻ രാജ്യം ഭരിക്കുന്നവർ തയ്യാറാകുന്നത് എന്ന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് VT ബൽറാം പറഞ്ഞു. ജനാധിപത്യം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഉൾക്കൊള്ളലാണ്, ചേർത്ത് നിർത്തലാണ്. 1947 ഓഗസ്റ്റ് 15 എന്ന് പറയുന്നത് ഇന്ത്യയുടെ കേവലമുള്ള സ്വാതന്ത്ര്യ ദിനം മാത്രമല്ല, ഇന്ത്യയെ ഒരു ജനാധിപത്യ രാജ്യമായി രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മൾ തുടക്കം കുറിച്ച ദിവസം കൂടിയാണ്. അങ്ങോട്ടാണ് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായി മാറാൻ തുടങ്ങിയത്. അപ്പൊ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചില ആശയങ്ങളെക്കുറിച്ചും മൂല്യങ്ങളെക്കുറിച്ചും കാഴ്ചപ്പാടുകളെക്കുറിച്ചും നമുക്ക് പ്രാഥമികമായിട്ടെങ്കിലും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്താ ജനാധിപത്യം എന്ന് പറയുന്നത്? എല്ലാവരെയും ചേർത്ത് പിടിക്കുക. ഈ രാജ്യത്ത് 142 കോടി മനുഷ്യരുണ്ട് എങ്കിൽ ഈ രാജ്യം ആരുടേതാണ് എന്ന ചോദ്യത്തിന് നമുക്ക് മുമ്പിൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ആ 142 കോടി മനുഷ്യരുടേതുമാണ് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം. ഇതിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെതല്ല. ഇവിടുത്തെ ഓരോ ഇന്ത്യക്കാരുടേതുമാണ്. ഈ ഓരോ ഇന്ത്യക്കാരനും ഒരു വേട്ടയാടപ്പെടുന്ന അന്തരീക്ഷമില്ലാതെ, മാറ്റി നിർത്തപ്പെടുന്ന അന്തരീക്ഷമില്ലാതെ, അപരവൽക്കരിക്കപ്പെടുന്ന അവസ്ഥയില്ലാതെ എല്ലാവരും ചേർത്ത് നിർത്തപ്പെടുമ്പോഴാണ് ഇന്ത്യ സ്വതന്ത്ര രാജ്യമാവുന്നത്. അപ്പോഴാണ് ഇന്ത്യ ജനാധിപത്യ രാജ്യമാവുന്നത്. ഇന്ത്യയിൽ ആദ്യമായി 10 വർഷത്തിന് ശേഷം ഒരു ഔദ്യോഗിക പ്രതിപക്ഷം ഇന്ന് നിലവിൽ വന്നിരിക്കുന്നു. ആ പ്രതിപക്ഷത്തിന്റെ ഔദ്യോഗികമായ ഒരു നേതാവുണ്ടായിരിക്കുന്നു, ശ്രീ രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയെ ആ സ്വാതന്ത്ര്യ പരേഡിൽ ഇരുത്തിയത് 5ാമത്തെ വരിയിലാണ്. 5ാമത്തെ വരിയിലാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ ഇരുത്തിയത്. BJPയുടെ തന്നെ ഗവൺമെന്റ് മുമ്പ് വാജ്പേയി ഭരിക്കുന്ന കാലത്ത് നമുക്ക് ഓർമ്മയുണ്ട്, സോണിയാഗാന്ധി ആയിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവ്, 1ാമത്തെ വരിയിലായിരുന്നു. നമ്മുടെ കാലത്ത് LK അഡ്വാനിയെയും വാജ്പേയിയും ആ നിലയിൽ പ്രതിപക്ഷ നേതാക്കന്മാർ എന്ന നിലയിൽ അങ്ങേയറ്റത്തെ ബഹുമാനത്തോടു കൂടിയാണ് സ്വീകരിച്ചിരുന്നത്. നരസിംഹറാവുവിന്റെ സമയത്ത് ഐക്യരാഷ്ട്രസഭയിൽ ഒരു വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് അവതരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ചത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വാജ്പേയിയാണ്. കാരണം അന്തർദേശീയ വേദികളിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇല്ല, ഇന്ത്യ മുഴുവൻ ഒറ്റക്കെട്ടാണ്, ഒരേ ശബ്ദത്തിൽ സംസാരിക്കുന്ന ആളുകളാണ് എന്ന തോന്നലുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്തത്. ഇന്ന് രാജ്യ തലസ്ഥാനത്ത് ന്യൂഡൽഹിയിൽ രാവിലത്തെ സ്വാതന്ത്ര്യദിന പരേഡ് കണ്ടപ്പോ ഈ രാജ്യത്ത് ഇന്ന് അധികാരം കൈയാളുന്ന ആളുകൾ അത്തരത്തിലുള്ള ജനാധിപത്യ മര്യാദകളുടെ ഒരു നേരിയ ലാഞ്ചന പോലും മുന്നോട്ട് വയ്ക്കാത്ത ഏകാധിപതികളായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി O ഫാറൂഖ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടറി AK ഷാനിബ്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുധീഷ്, UDF ചെയർമാൻ മുഹമ്മദ് കുഞ്ഞി, പഞ്ചായത്ത് മെമ്പർമാരായ PA വാഹിദ്, P റഷീദ് തങ്ങൾ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് നഹാസ്, മണി ഹാജി, മുസ്തഫ ചെരിപ്പൂർ, രവി കറുകപുത്തൂർ, മുസ്തഫ ഇറുമ്പകശ്ശേരി, സുലൈമാൻ, ഷജീർ, റിനിൽ എട്ടടിയിൽ, മോഹനൻ മാച്ചാത്ത്, ഷാജി തുടങ്ങിയവരും പങ്കെടുത്തു.